ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് നിലവിൽ വരുന്നത് ബംഗളൂരുവിലാണ്. അതുപോലെ തന്നെ ഇതൊന്ന് ഓർത്തു വെക്കുക. എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതൊരു പുതിയ തുടക്കമാണ്. നമ്മൾ സാധാരണയായിട്ട് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം നമ്മൾ ഇനി മുതൽ ഇത് റെക്കോർഡഡ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എന്നാൽ നമ്മുടെ ക്ലാസ്സിന്റെ കണ്ടന്റുകൾക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവും വരാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കൂടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് റെക്കോർഡിലേക്ക് മാറ്റുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ മുഴുവൻ കണ്ടന്റും എന്ത് ചെയ്യും, ഈ ഒറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ ഒരാഴ്ച നടന്ന മുഴുവൻ കാര്യങ്ങളും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവാണ്. ഒപ്പം കുറച്ച് ചോദ്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, കുറച്ച് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അല്ലെ. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പതിവ് ഇവിടെയും തെറ്റിക്കുന്നില്ല. നമുക്ക് ആദ്യം കുറച്ച് ചോദ്യങ്ങൾ ഫ്രഷ് ആയിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോകത്തിലെ ആദ്യ അതിവേഗ 6G ഡിവൈസ് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് ലൈവ് അല്ല എന്ന് വിചാരിച്ച് കമന്റ് ചെയ്യാതിരിക്കണ്ട. നിങ്ങൾ അതുപോലെ തന്നെ കമന്റ് ചെയ്തോ, നിങ്ങളുടെ കമന്റ് വരട്ടെ. ഓക്കെ, അപ്പൊ ലോകത്തിലെ ആദ്യത്തെ അതിവേഗ 6G ഡിവൈസ് അവതരിപ്പിച്ചതാര്, നിങ്ങൾ കമന്റ് ചെയ്തോ. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു 2 സെക്കൻഡ് തരുന്നുണ്ട് കമന്റ് ചെയ്യാനായിട്ട്. അമേരിക്കയാണോ, ജപ്പാനാണോ, ചൈനയാണോ, ഇന്ത്യയാണോ ലോകത്തിലെ ആദ്യ 6G അതിവേഗ 6G ഡിവൈസ് അവതരിപ്പിച്ചത്? കമന്റ് ചെയ്താട്ടെ എല്ലാരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ജപ്പാനാണ് അല്ലെ. ജപ്പാനാണ് ലോകത്തിലെ ആദ്യ അതിവേഗ 6G ഡിവൈസ് അവതരിപ്പിച്ചത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ജപ്പാനാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരം ഏതാണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരം ഏതാണ്? നിങ്ങൾ പറയണം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരം ഏതാണ്? നിങ്ങളുടെ ആൻസർ വരട്ടെ. എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി, മൂവാറ്റുപുഴ അല്ലെ. മൂവാറ്റുപുഴയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? എവിടെയാണ് നിലവിൽ വന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് നിലവിൽ വന്നത് പുനെയിലാണ് അല്ലെ. പുനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടല്ലോ അല്ലെ. അടുത്തത് നാലാമത്തെ ചോദ്യം നോക്കാം. ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥ പറയുന്ന ഷീല ടോമിയുടെ നോവൽ ഏതാണ്? ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥ പറയുന്ന ഷീല ടോമിയുടെ നോവലാണ് ആ നദിയോട് പേര് ചോദിക്കരുത്. ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി വയനാട്ടിലെ ആദിവാസികളുടെ സംഘർഷ ജീവിതവും അവിടുത്തെ ദുരന്തവും ഒക്കെ അല്ലെങ്കിൽ കേന്ദ്ര ഒരു വിഷയമാക്കി എഴുതിയിട്ടുള്ള ഷീല ടോമിയുടെ മറ്റൊരു നോവലാണ് വല്ലി എന്ന് പറയുന്നത്. അത് ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് അത് ഓർത്തു വെക്കുക. വല്ലി വയനാട്ടിലെ ആദിവാസി ജീവിതത്തെ പശ്ചാത്തലമാക്കി, അവിടുത്തെ ദുരന്തമുഖങ്ങളെയൊക്കെ പശ്ചാത്തലമാക്കിയിട്ട് ഷീല ടോമി എഴുതിയിരിക്കുന്ന നോവലാണ് വല്ലി. ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷീല ടോമിയുടെ നോവലാണ് ആ നദിയോട് പേര് ചോദിക്കരുത്. അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം: ഹരിത നോബൽ എന്നറിയപ്പെടുന്ന 2024 ഗോൾഡ്മാൻ പാരിസ്ഥിതിക പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന 2024 ഗോൾഡ്മാൻ പാരിസ്ഥിതിക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അലോക് ശുക്ലയ്ക്കാണ് അല്ലെ. അലോക് ശുക്ലയ്ക്കാണ് 2024 ഗോൾഡ്മാൻ പാരിസ്ഥിതിക പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് ആറാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: 2024 പാരീസ് ഒളിമ്പിക്സിൽ താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതൊക്കെ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം: പുരുഷ വനിതാ ടീം ബാസ്കറ്റ്ബോളിൽ സ്വർണം നേടിയത് അമേരിക്ക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അമേരിക്ക.
ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, പാരീസ് ഒളിമ്പിക്സ് പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് സ്പെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണോ? ഇത് ശരിയല്ല. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് ഫ്രാൻസ് ആണ്. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് ആരാണ്? ഫ്രാൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഒന്ന് മാത്രം ശരി അല്ലെ. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വനിതാ ടീം ബാസ്കറ്റ് ബോൾ നോക്കുമ്പോൾ സ്വർണം നേടിയത് ആര് തന്നെയാണ്? അമേരിക്ക തന്നെയാണ് അല്ലെ. എന്നാൽ പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് ഫ്രാൻസ് ആണ്. പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് ഫ്രാൻസ് ആണ്. ഓക്കെ, അടുത്തത് ഏഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഷൂട്ടിങ്ങിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഷൂട്ടിങ്ങിൽ ആകെ എത്ര മെഡലുകൾ നേടി? ഇന്ത്യ ഷൂട്ടിങ്ങിൽ ആകെ എത്ര മെഡലുകൾ നേടിയിട്ടുണ്ടായിരുന്നു? എത്ര മെഡലാണ്? 3 മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. ആർക്കൊക്കെയാണ്? നമ്മുടെ മനു ഭാക്കറിന് ഒരു സിംഗിൾ വിഭാഗത്തിൽ അല്ലെ, ഇൻഡിവിജ്വൽ വിഭാഗത്തിൽ മെഡൽ ഉണ്ടായിരുന്നു. മനു ഭാക്കർ, അതുപോലെ തന്നെ സരബ്ജോത് സിംഗ് അവരുടെ ആ സഖ്യത്തിന് ഒരു മെഡൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നിൽ കുശാലേക്കും എന്തുണ്ടായിരുന്നു? ഒരു മെഡൽ ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിൽ. അപ്പൊ ഷൂട്ടിങ്ങിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ 3 മെഡലാണ് കിട്ടിയത് അല്ലെ. ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് 3 മെഡലാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ടോട്ടൽ നമുക്ക് 6 മെഡലാണ്, 5 വെങ്കല മെഡലും 1 വെള്ളി മെഡലും അല്ലെ. പാരീസ് ഒളിമ്പിക്സിലെ ടോട്ടൽ മെഡൽ എന്ന് പറയുന്ന അതിനകത്ത് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് 3 മെഡലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് എട്ടാമത്തെ ചോദ്യം, വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് നമ്മുടെ പ്രഭാവർമ്മ എഴുതിയ കവിത ഏതാണ്? പ്രഭാവർമ്മ നമ്മുടെ 2023 സരസ്വതി സമ്മാൻ ജേതാവാണ് പ്രഭാവർമ്മ. അദ്ദേഹം വയനാട് ദുരന്തത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്ന കവിതയാണ് ഉറ്റവർ എന്ന് പറയുന്ന കവിത. ഉറ്റവർ എത്ര പേർക്ക് കിട്ടിയെന്ന് പറയണേ. ഇത് ഉറ്റവർ എന്ന് പറയുന്ന കവിത. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. 2024 ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി ഗോൾഡ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വനിത. ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി ഗോൾഡ് അവാർഡ്. വിറ്റ്ലി ഗോൾഡ് അവാർഡിന് ഗ്രീൻ ഓസ്കാർ എന്നാണ് പറയുന്നത്. അത് ലഭിച്ചത് പൂർണിമ ബർമൻ ദേവിക്കാണ്. കിട്ടിയോ? പൂർണിമ ബർമൻ ദേവിക്കാണ് വിറ്റ്ലി ഗോൾഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് 9 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 9ൽ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. 9ൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്നുള്ള കാര്യം. ഓക്കെ, ശരി. അപ്പൊ നമുക്കിനി നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം അല്ലെ. ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്, വീക്ക്ലി കറണ്ട് അഫയേഴ്സ്. നോക്കാം. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ദിനമാണ് അല്ലെ. അയ്യങ്കാളി ദിനം 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് ശ്രീ അയ്യങ്കാളി. സോ അദ്ദേഹത്തിന്റെ 161ാം ജന്മദിനമാണ് 2024 ഓഗസ്റ്റ് 28 ആചരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓഗസ്റ്റ് 28 എന്താണ്? അയ്യങ്കാളി ദിനമാണ്. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ദിനമാണ്. ഓർത്തുവെച്ചോ, അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 1863 അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് എല്ലാ വർഷവും അയ്യങ്കാളി ദിനം ആചരിക്കുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, ഓഗസ്റ്റ് 29 തൊട്ടടുത്ത ദിവസം എന്താണ്? യെസ്, ദേശീയ കായിക ദിനമാണ് അല്ലെ. ദേശീയ കായിക ദിനമാണ് ഓഗസ്റ്റ് 29. എന്താണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കാനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മുടെ കായിക ലോകത്തിന്റെ പിതാവ് അല്ലെ, ഇന്ത്യൻ കായിക മേഖലയിൽ അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദ് അല്ലെ. ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് 29 നമ്മൾ ദേശീയ കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2012 മുതൽ അല്ലെ. 2012 മുതൽ. അപ്പൊ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. 1928, 32, 36 വർഷങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലെ പ്രധാന താരമായിരുന്നു ധ്യാൻചന്ദ് എന്ന് പറയും. നിങ്ങൾക്കറിയാം
2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഹോക്കിയിലെ 13ാമത്തെ മെഡലാണ്, ഒളിമ്പിക്സ് മെഡലാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അപ്പൊ നമുക്കറിയാവുന്ന പോലെ തന്നെ 2020 ടോക്കിയോ ഒളിമ്പിക്സിലും ഇപ്പോൾ 24 പാരീസ് ഒളിമ്പിക്സിലും ഹോക്കിയിൽ ഇന്ത്യക്ക് മെഡൽ ഉണ്ട് അല്ലെ. സോ 28, 32, 36 വർഷങ്ങളിൽ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു ആരെന്ന് പറയുന്നത് മേജർ ധ്യാൻചന്ദ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ദിനത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, ഓഗസ്റ്റ് 25 നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ഓഗസ്റ്റ് 25 സംസ്ഥാന ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, ആരുടെ ജന്മദിനമാണ് നിങ്ങളോട് ചോദിക്കാം. താഴെ പറയുന്നവയിൽ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജന്മദിനമാണ് കേരളത്തിൽ സംസ്ഥാന ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? അപ്പോ നമ്മുടെ കേരളത്തിലെ ആരുടെ ജന്മദിനമാണ് സംസ്ഥാന ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. ആരുടെ ജന്മദിനമാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് സംസ്ഥാന ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള കണ്ണൻമൂലയിലെ ഉള്ളൂർക്കോട് വീടെന്ന് പറയുന്ന നായർ കുടുംബത്തിലാണ് 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമി ജനിച്ചത് അല്ലെ. 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമി ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഓഗസ്റ്റ് 25 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? നമ്മൾ സംസ്ഥാന ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ. സംസ്ഥാന ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 25 ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. ഇനി നമുക്ക് അടുത്തത് നോക്കുവാണെങ്കിൽ, അടുത്തിടെ അതായത് 2024 ഓഗസ്റ്റില് നമ്മൾ ഇന്ത്യ ഒരു ആണവ പോർമുന അല്ലെങ്കിൽ ആണവായുധം വഹിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അന്തർവാഹിനി നമ്മൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് ഈ പറയുന്ന ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന മിസൈലുകളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഇപ്പൊ നിലവിലുണ്ട്. അപ്പോൾ സബ്മറൈനുകൾ, അന്തർവാഹിനികൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ അല്ലെങ്കിൽ യുദ്ധസമയത്തൊക്കെ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്ന സംവിധാനമാണ് അന്തർവാഹിനി എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഇന്ത്യ 2024 ഓഗസ്റ്റിൽ, ആക്ച്വലി ഇത് 2017 തന്നെ ഈ ഒരു അന്തർവാഹിനിയുടെ രൂപകൽപ്പന അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിലും പിന്നീട് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ കഴിഞ്ഞ ദിവസം 2024 ഓഗസ്റ്റിലാണ് എന്ത് ചെയ്തത്? ഇത് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഇന്ത്യയുടെ 2ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ്. ഇന്ത്യയുടെ 2ാമത്തെ ന്യൂക്ലിയർ സബ്മറൈൻ ആണ് ഇതുപോലെ കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന. അപ്പൊ ഈ ന്യൂക്ലിയർ സബ്മറൈൻ്റെ പേരാണ് INS അരിഘാത്ത് എന്ന് പറയുന്നത്. INS അരിഘാത്ത്. അപ്പൊ എന്താണ് INS അരിഘാത്ത് എന്ന് പറയുന്നത്? INS അരിഘാത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 2ാമത്തെ ന്യൂക്ലിയർ സബ്മറൈൻ ആണ്. INS അരിഘാത്ത് എന്ന് പറയുന്നത് ന്യൂക്ലിയർ സബ്മറൈൻ. ഓക്കെ, ഇനി ഇന്ത്യയുടെ ആദ്യ ആണവായുധ അന്തർവാഹിനി ഏതാണെന്ന് ചോദിച്ചാൽ അത് INS അരിഹന്ത് ആണ്. INS അരിഹന്ത്. ഈ INS അരിഹന്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഏതെന്ന് പറയുന്നത്? INS അരിഘാത്ത് എന്ന് പറയുന്നത്. INS അരിഹന്തിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് INS അരിഘാത്ത് എന്ന് പറയുന്നത്. ചൈനയുടെ വെല്ലുവിളിയുള്ള പസഫിക് സമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ ഒരു സ്ഥാനം ഉറപ്പിക്കുക എന്ന രീതിയിലാണ് ഈ അരിഘാത്ത് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അരിഘാത്തിന് പുറമെ നമുക്ക് ഒരു ആണവായുധ പോർമുന അല്ലെങ്കിൽ ആണവ ശേഷിയുള്ള ഒരു സബ്മറൈനും കൂടെ വരുന്നുണ്ട്. അതാണ് INS അരിതാമൻ എന്ന് പറയുന്നത്. INS അരിതാമൻ അടുത്തതാണ് കേട്ടോ. ഇന്ത്യയുടെ അടുത്ത ന്യൂക്ലിയർ സബ്മറൈൻ അല്ലെങ്കിൽ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഏത്? INS അരിതാമൻ എന്ന് പറയുന്നത്. ഇതിപ്പോ INS അരിഘാത്ത് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. 2024 ഓഗസ്റ്റിൽ തെക്കു പടിഞ്ഞാറൻ ജപ്പാനിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഷാൻഷാൻ എന്ന് പറയുന്നത്. ഷാൻഷാൻ. അപ്പൊ ഷാൻഷാൻ ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയെന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ്. ജപ്പാനിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് കൂടി കാരണമായിട്ടുണ്ടായിരുന്ന ചുഴലിക്കാറ്റാണ് ഷാൻഷാൻ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഒരുപാട് നാളുകളായിട്ട് ഐ തിങ്ക് ഒരു 2020 മുതലൊക്കെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് സ്ത്രീകളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സാക്കി ഉയർത്തണം എന്നുള്ള ഒരു ആവശ്യം, അല്ലെ? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സംസ്ഥാനം, ഇന്ത്യയിൽ ഒരു സംസ്ഥാനം സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സാക്കി ഉയർത്തിക്കൊണ്ടുള്ള ബില്ല് പാസാക്കി. ഓക്കെ, വനിതകളുടെ വിവാഹപ്രായം 21 നിന്ന്, കുറഞ്ഞ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സാക്കി, 18 നിന്ന് 21 വയസ്സാക്കി. അപ്പൊ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വനിതകളുടെ വിവാഹപ്രായം ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ആ സമയത്താണ് ഈ ഒരു സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സാക്കി ഉയർത്തുന്ന ബില്ല് ഹിമാചൽ പ്രദേശ് എന്ത് ചെയ്തത്, പാസ്സാക്കിയത്. ഹിമാചൽ പ്രദേശാണ് പാസ്സാക്കിയത്. അങ്ങനെ വനിതകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ വിവാഹപ്രായം, കുറഞ്ഞ വിവാഹപ്രായം 18 നിന്ന് 21 ആക്കി മാറ്റുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്, ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശ് ആ ഒരു മേഖലയിൽ വലിയൊരു സ്റ്റെപ്പാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ വിവാഹപ്രായം 18 നിന്ന് എത്രയാക്കി ഉയർത്തി, 21 ആക്കി ഉയർത്തിയിട്ടുണ്ട്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച്, അതായത് കുറഞ്ഞ ചിലവില് യാത്രക്കാർക്ക് വളരെ വലിയ നിലവാരത്തിലുള്ള ഒരു വിമാനത്താവളത്തിന്റെ അനുഭവം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പൂളും കാര്യങ്ങളോട് കൂടിയിട്ട് ആളുകൾക്ക് അവരൊന്ന് എൻജോയ് ചെയ്യുന്നതിനായിട്ടും അല്ലെങ്കിൽ ആ ഒരു വലിയൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളത്തിന്റെ ആ ഒരു ആംബിയൻസ് വരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് എവിടെ വരുന്നത്, നമ്മുടെ സിയാൽ അഥവാ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വരുന്നത്. സിയാൽ എപ്പോഴും നിങ്ങൾക്കറിയാം വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള ഒരു വിമാനത്താവളമാണ് സിയാൽ. അടുത്തിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലോകത്ത് ആദ്യമായിട്ട് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കാനുള്ള ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് അല്ലെങ്കിൽ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നമ്മുടെ സിയാൽ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ സിയാലിന്റെ പുതിയൊരു പദ്ധതിയായിട്ടുള്ള 0484 എയ്റോ ലോഞ്ച് എന്ന് പറയുന്ന പദ്ധതി പ്രകാരമാണ് ഈ ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് എവിടെ നിലവിൽ വരുന്നത്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, അതാണ് സിയാൽ എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ചോദ്യം വരാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വന്നത് എവിടെയാണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഇനി അടുത്തത്, നമ്മൾ കഴിഞ്ഞ 2024 ജൂൺ മാസം നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയില് 2 മലയാളി മന്ത്രിമാരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ഒന്നെന്ന് പറയുന്നത് സുരേഷ് ഗോപി, മറ്റൊന്ന് ആരാണ് നമ്മൾ പഠിച്ചത്, ജോർജ് കുര്യൻ. ഓർമ്മയുണ്ടോ ജോർജ് കുര്യൻ? അപ്പോ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമം, മൃഗസംരക്ഷണം, ഫിഷറീസ് വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്, ജോർജ് കുര്യൻ എന്ന് പറയുന്നത്. സുരേഷ് ഗോപി ആക്ച്വലി നമ്മുടെ തൃശ്ശൂരിൽ നിന്നാണ് എന്ത് ചെയ്തത്, തിരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലെ? ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ജോർജ് കുര്യൻ അങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്നല്ല എന്ത് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പൊതു തിരഞ്ഞെടുപ്പിലൂടെ അല്ല അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം, അല്ലെ? അങ്ങനെ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് ജോർജ് കുര്യൻ എന്ത് ചെയ്തു, തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 ഓഗസ്റ്റിൽ മധ്യപ്രദേശിൽ നിന്ന്, അതൊന്ന് ഓർത്തു വെക്കണം, ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് ജോർജ് കുര്യൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി അടുത്തത്, നമ്മുടെ കോളറയെ പ്രതിരോധിക്കാനായിട്ട് ഭാരത് ബയോടെക്കിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ COVID-19 പോരാട്ടത്തില് കോവാക്സിൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ COVID-19 വാക്സിൻ, ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായിട്ടുള്ള COVID-19 വാക്സിൻ വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്, അല്ലെ? അപ്പൊ ഈ ഭാരത് ബയോടെക് കോളറയെ പ്രതിരോധിക്കുന്നതിനായിട്ട് ഒരു ഓറൽ വാക്സിൻ വികസിപ്പിച്ചിരിക്കുകയാണ്.
ആ ഓറൽ വാക്സിന്റെ പേരാണ് ഹിൽകോൾ എന്ന് പറയുന്നത്. ഹിൽകോൾ. അപ്പൊ ഹിൽകോൾ എന്താണെന്ന് ചോദിച്ചാൽ ഹിൽകോള് കോളറയെ പ്രതിരോധിക്കുന്നതിനായിട്ടുള്ള ഒരു ഓറൽ വാക്സിൻ ആണ്. സിംഗിൾ സ്ട്രെയിൻ ഓറൽ വാക്സിൻ ആണ് ഈ പറയുന്ന ഹിൽകോൾ എന്ന് പറയുന്നത്. സിംഗിൾ സ്ട്രെയിൻ തുള്ളി മരുന്നായിട്ട് നൽകാനായിട്ട് സാധിക്കുന്ന വാക്സിൻ ആണ്. ഇത് വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്. ഭാരത് ബയോടെക് ആണ് എന്ത് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഈ ഒരു കോളറയെ പ്രതിരോധിക്കുന്നതിനായിട്ടുള്ള വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പേരാണ് എന്താ? ഹിൽകോൾ എന്ന് പറയുന്നത്. ഹിൽകോൾ എന്ന് പറയുന്നത് കോളറയെ പ്രതിരോധിക്കുന്നതിനായിട്ടുള്ള വാക്സിൻ ആണ്. ഇനി 2024 ഒക്ടോബറിൽ നടക്കുന്ന 9ാമത് വനിതാ 2020 ക്രിക്കറ്റ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ പുരുഷ 2020 ക്രിക്കറ്റ് 2024 നമ്മുടെ പുരുഷ 2020 ക്രിക്കറ്റ് USA-ലും വെസ്റ്റ് ഇൻഡീസിലും വെച്ച് നടന്നു കഴിഞ്ഞു. ഇന്ത്യ ആയിരുന്നു അതിലെ ജേതാക്കൾ എന്ന് പറയുന്നത് അല്ലെ. ഇനിയിപ്പം നമ്മുടെ വനിതാ 2020 ക്രിക്കറ്റ് വരാൻ പോവുകയാണ്. അതിന്റെ 9ാമത് എഡിഷൻ ആണ് വനിതാ 2020 ക്രിക്കറ്റ്. അപ്പൊ അതിന്റെ വേദി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആയിരുന്നു. 2024 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ബംഗ്ലാദേശ് ആയിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി? UAE-യിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് വേദി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ ഒരു ടൂർണമെന്റ് നടത്താൻ പറ്റില്ല, അതുകൊണ്ട് UAE-യിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു വനിതാ 2020 വേൾഡ് കപ്പിന്റെ 9ാം എഡിഷനിലേക്ക് നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് 2 മലയാളി വനിതകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ആശാ ശോഭനയും മറ്റൊന്ന് സജ്ന സജീവനുമാണ്. തിരുവനന്തപുരം സ്വദേശി ആശാ ശോഭനയും വയനാട് സ്വദേശി സജ്ന സജീവനുമാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ നോക്കിക്കേ, ആശാ ശോഭന എന്ന് പറയുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആശാ ശോഭന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2020-ൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയും ആര് തന്നെയാണ്? ആശാ ശോഭന തന്നെയാണ്. അപ്പൊ 2024 ബംഗ്ലാദേശിനെതിരെയാണ് ആശാ ശോഭന തന്റെ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതയാണ് ആര്? ആശാ ശോഭന എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു PQ ഒരു മലയാളിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റിൽ ഇടം നേടിയ ആദ്യ മലയാളി താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മിന്നുമണിയാണ്. മുൻപ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റിൽ ഇടം നേടിയ ആദ്യ മലയാള താരം ആരാണ്? മിന്നുമണി. ഇവിടെ നമ്മുടെ ആശാ ശോഭനയും സജ്ന സജീവനും ഒക്കെ എന്തിലാണ് ഇടം നേടിയിട്ടുണ്ടായിരുന്നത്? നമ്മുടെ T20 ക്രിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ വനിതാ 2020 വേൾഡ് കപ്പിലുള്ള ടീമിലാണ് ഇവർ ഇടം നേടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ വനിതാ പ്രീമിയർ ലീഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2ാമത്തെ വനിതാ പ്രീമിയർ ലീഗ്. അതിലും നമ്മുടെ മിന്നുമണിയും ആശാ ശോഭനയും സജ്ന സജീവനൊക്കെ ഉണ്ടായിരുന്നു. ശരി. ഇനി നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. ഹർമൻപ്രീത് കൗറിനെ നമ്മൾ ഏഷ്യൻ ഗെയിംസ് ഒക്കെ പഠിക്കുന്ന സമയത്തേ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് അവിടെ സ്വർണം കിട്ടിയിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഹർമൻപ്രീത് കൗറിന്റെ പേര് PSC ചോദിച്ചതാണ്. ഇനി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് അമോൾ മുജുംദാർ ആണ് കോച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു 2024 2020 വേൾഡ് കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് 2026 വനിതാ 2020 ലോകകപ്പ് വരുന്നത്. അതിന്റെ വേദി ഇംഗ്ലണ്ട് ആണ് കേട്ടോ. 2024 കഴിഞ്ഞാൽ അടുത്ത 2020 വേൾഡ് കപ്പ് വരുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ട് ആണ്. അതിനുശേഷം 2025 അടുത്ത വർഷം നമ്മുടെ വനിതാ ODI വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതിന്റെ വേദി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 2023 നമ്മുടെ പുരുഷ ODI വേൾഡ് കപ്പ് നടന്നത് ഇന്ത്യയിലാണ്. അതിനുശേഷം 2025 വനിതാ ODI വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറയുന്നതും എവിടെ തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. 2026 വനിതാ 2020 ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട് ആണ്. അടുത്തതും ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്രിക്കറ്റിന്റെ ഒരു വലിയ അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന സമിതിയാണ് ICC, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ICCയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ജയ്ഷാ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ജയ്ഷാ ICCയുടെ തലപ്പത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ജയ്ഷാ ഇപ്പൊ നിലവിലെ BCCI സെക്രട്ടറി ആണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിലെ ചെയർമാൻ ആണ് ജയ്ഷാ എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥാനത്തേക്ക് ICCയുടെ തലപ്പത്തേക്ക് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജയ്ഷാ എന്ന് പറയുന്നത്. ICCയുടെ തലപ്പത്തേക്ക് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജയ്ഷാ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ ICCയുടെ നിലവിലത്തെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്?
അത് ഗ്രെഗ് ബാർക്ലേ ആണ്. ഗ്രെഗ് ബാർക്ലേക്ക് നവംബർ 30 വരെ എന്തുണ്ട്, സമയമുണ്ട്. സോ ഗ്രെഗ് ബാർക്ലേ നവംബർ 30 വരെ തുടരും. അതിനുശേഷമായിരിക്കും ജയ്ഷാ നിയമിതനാകുന്നത്. അപ്പൊ അതിന് മുൻപ് PS ചോദിച്ചാൽ നിങ്ങൾ ഗ്രെഗ് ബാർക്ലയുടെ പേര് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ICCയുടെ ചെയർമാനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരിക്കും ആര്, ജയ്ഷാ എന്ന് പറയുന്നത് അല്ലെ. ICC ചെയർമാനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജയ്ഷാ. മാത്രമല്ല ICCയുടെ ചെയർമാനാകുന്ന 5ാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ജയ്ഷാ എന്ന് പറയുന്നത്. മുൻപ് ജഗ്മോഹൻ ഡാൽമിയ, ശരത് പവാർ, N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവർ ICCയുടെ തലപ്പത്തേക്ക് എത്തിയിട്ടുള്ള ഇന്ത്യക്കാരാണ്. ജഗ്മോഹൻ ഡാൽമിയ, ശരത് പവാർ, N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവർക്ക് ശേഷം ICCയുടെ തലപ്പത്തേക്ക് എത്തുന്ന ഇന്ത്യക്കാരനാണ് ജയ്ഷാ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ, ജയ്ഷാ. ഇനി അടുത്തത് ICCയുടെ ആസ്ഥാനം UAE-യിലാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ICCയുടെ ആസ്ഥാനം UAE-യിലാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യ ഫാക്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം 2019 ഒക്ടോബർ 31 നമ്മുടെ ജമ്മു കാശ്മീർ വിഭജന ബില്ല് നിലവിൽ വന്നു. ജമ്മു കാശ്മീർ രണ്ടായിട്ട് മാറി. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്ന് പറയുന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് മാറി. അപ്പോ നമുക്ക് സാധാരണയായിട്ട് ജമ്മു കാശ്മീരിൽ നിലവില് ലേ, കാർഗിൽ എന്ന് പറയുന്ന 2 ജില്ലകളാണ് എവിടെയുള്ളത്, ലഡാക്കിലുള്ളത്. ലഡാക്കില് 2 ജില്ലകളാണ് ഉള്ളത്. ലഡാക്കില് ലേയും കാർഗിലും. ഈ 2 ജില്ലകൾക്ക് പുറമെ മറ്റ് 5 ജില്ലകൾ കൂടി ലഡാക്കിൽ നിലവിൽ വരാൻ പോവുകയാണ്. മറ്റ് 5 ജില്ലകൾ കൂടി ഏതൊക്കെയാണ്? സൻസ്കർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ്. സൻസ്കർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ് എന്നീ പറയുന്ന 5 ജില്ലകൾ കൂടി ഇവിടെ നിലവിൽ വരാൻ പോവുകയാണ്, ലഡാക്കില് നിലവിൽ വരാൻ പോവുകയാണ്. മൊത്തം അങ്ങനെ 7 ജില്ലകളായിട്ട് മാറും ലഡാക്കില്. ഓക്കെ, ഇപ്പൊ ലഡാക്ക് നമുക്കറിയാം നമ്മുടെ 2019 ഒക്ടോബർ 31 ഈ ഒരു ജമ്മു കാശ്മീർ വിഭജന ബില്ല് നിലവിൽ വന്നത്. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്. 2019 ഓഗസ്റ്റ് 5 രാജ്യസഭ പാസാക്കി, ഓഗസ്റ്റ് 6 ലോക്സഭ പാസാക്കി, ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഇത് ഒപ്പുവെക്കുവാണ്. അതിനുശേഷം ഒക്ടോബർ 31 ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ജമ്മു കാശ്മീർ വിഭജന ബില്ല് നിലവിൽ വന്നത് എന്നാണെന്നുള്ള കാര്യം. അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. ഇനി ഈ ഒരു വിഭജനത്തിനെതിരെ ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്ന് പറയുന്ന 2 കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനെതിരെ സുപ്രീം കോടതിയിൽ ഒരുപാട് പരാതികളും ഒക്കെ അപ്പീലുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ 2023 ഡിസംബർ 11 ഈ ഒരു തീരുമാനം, കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു തീരുമാനം. അപ്പൊ നിങ്ങൾക്കറിയാം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 370. സോ ഇത് ഒഴിവാക്കിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ജമ്മു കാശ്മീർ വിഭജനം നിലവിൽ കൊണ്ടുവന്നത്. ഇപ്പൊ സുപ്രീം കോടതി 2023 ഡിസംബറിൽ പറഞ്ഞത് ഇത് കേന്ദ്ര സർക്കാരിന്റെ അധികാരമാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഒരു റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു അതോറിറ്റി ഉണ്ട്. ഈ ഒരു സംസ്ഥാനങ്ങളെ, ഒരു സംസ്ഥാനം വിഭജിക്കാനും അതുപോലെ തന്നെ ഒരു 2 സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർക്കാനും ഒക്കെ അത് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണെന്നും ചെയ്തു സുപ്രീം കോടതി പറഞ്ഞ് 2023 ഡിസംബറിൽ ഈ ഒരു വിഭജനത്തെ സുപ്രീം കോടതി ചെയ്തിട്ടുണ്ടായിരുന്നു, ശരിവെച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതും അതൊരു താൽക്കാലിക വകുപ്പ് മാത്രമാണെന്നാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിവേസ് അങ്ങനെ ലഡാക്കില് നിലവിൽ നമുക്ക് 2 ജില്ലകൾ മാത്രം ഉള്ളിടത്ത് ഇനിയിപ്പോൾ ആ പുതിയ 5 ജില്ലകൾ കൂടി വന്നു. സൻസ്കർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ് അങ്ങനെ മൊത്തത്തില് 7 ജില്ലകളാണ് ലഡാക്കിലുള്ളത്. ഇനി 2024 ഓഗസ്റ്റിൽ തകർന്നു വീണ ഛത്രപതി ശിവജിയുടെ കൂറ്റൻ പ്രതിമ. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിന് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി നാവികസേന ദിനത്തോടനുബന്ധിച്ച് സിന്ധുഗർ കോട്ട, മഹാരാഷ്ട്രയിലെ സിന്ധുഗർ കോട്ടയിലാണ് ഈ ഒരു 35 അടി ഉയരമുള്ള ഛത്രപതി ശിവജിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് കാറ്റിലും മഴയിലും ചെയ്തത് ആ ഒരു കൂറ്റൻ പ്രതിമ തകർന്നു വീണത്. അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. ഈ ഒരു നമ്മുടെ ഛത്രപതി ശിവജിയുടെ ഈ ഒരു കൂറ്റൻ പ്രതിമ, അതായത് 35 അടി ഉയരമുള്ള ഈ ഒരു കൂറ്റൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ സിന്ധുഗർ കോട്ടയിലാണ്.
ഇനി അടുത്തത് നമ്മുടെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. നമുക്കറിയാം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൊൽക്കത്ത ഉണ്ടായിരുന്നു ഫസ്റ്റില്, നമ്മുടെ കോഴിക്കോട് അതിനകത്ത് 10ാം സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. PSC ഒരുപാട് തവണ ഇത് ചോദിച്ചിട്ടുള്ളതുമാണ്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ 2024 ഓഗസ്റ്റ് മാസം നമ്മുടെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഏറ്റവും ഒടുവിൽ ഒരു കണക്ക് പുറത്തുവിട്ടു. ആ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാലവേല, ചൈൽഡ് ലേബർ ഉള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെലങ്കാനയാണ്. തെലങ്കാന. അപ്പൊ ഏറ്റവും കൂടുതൽ ബാലവേല കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനങ്ങളെ അങ്ങനെ കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ 2022 ലാസ്റ്റ് ആയിട്ട് കണക്കുകൾ, അല്ലെങ്കിൽ 2022 കണക്കുകളെ ബേസ് ചെയ്തിട്ടാണ്, 2020 മുതൽ 2022 വരെയുള്ള കണക്കുകളെ ബേസ് ചെയ്തിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 2022 175 കേസുകളാണ് തെലങ്കാനയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ബാലവേല ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ. ഇനി 2ാം സ്ഥാനം അസമിനാണ്. ഈ ഒരു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ കേരളത്തിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. സോ അതിനർത്ഥം കേരളത്തിൽ ബാലവേല ഇല്ല. ഓക്കെ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. അപ്പൊ കേരളം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ത്രിപുര, ഒഡീഷ, പശ്ചിമ ബംഗാൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടില്ല, 2022 ഒരു കേസുകളും ബാലവേലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുകളും എന്ത് ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ബാലവേലയുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാലവേലയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. ഓക്കെ, അടുത്തത് 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തിയാണ് മോഹൻ എന്ന് പറയുന്നത്. പക്ഷേ വിട പറയും മുമ്പേ, ശാലിനി എന്റെ കൂട്ടുകാരി, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണ് കേട്ടോ. പക്ഷേ വിട പറയും മുമ്പേ, ശാലിനി എന്റെ കൂട്ടുകാരി, ഇതൊക്കെ മലയാള സംവിധായകനും സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള മോഹന്റെ പ്രധാനപ്പെട്ട സിനിമകളാണ്. ഇനി അടുത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്, ടെലഗ്രാമിന്റെ CEO എന്ത് ചെയ്തു, അറസ്റ്റിലായി. ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലഗ്രാമിന്റെ CEO ആണ് പവൽ ദുറോവ് എന്ന് പറയുന്ന പവൽ ദുറോവ്. അപ്പോൾ ടെലഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വളരെ പ്രൈവസി അല്ലെ, നമുക്ക് വാട്സപ്പ് പോലെ അല്ലാത്ത ഒരു സോഷ്യൽ മീഡിയ ആണ്. അതുകൊണ്ട് തന്നെ റഷ്യ ഉക്രൈൻ സമയത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോലും ഈ ഒരു ടെലഗ്രാം ഉപയോഗിച്ചിരുന്നു. റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വ്യാപകമായിട്ടുള്ള ലൈംഗിക ചൂഷണം, ലഹരിക്കടത്ത്, ചൈൽഡ് പോണോഗ്രാഫി ഇതൊക്കെ ടെലഗ്രാമിൽ നടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ആരോപണത്തെ തുടർന്ന്. അപ്പൊ ഈ ആരോപണം നൽകിയത് കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയാനുള്ള ഫ്രഞ്ച് ഏജൻസിയാണ് ഓഫ്മിൻ എന്ന് പറയുന്നത്. ഇവരാണ് ടെലഗ്രാമിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഉള്ളടക്കമുണ്ടെന്നും അത് അന്വേഷിക്കണം എന്നുള്ള പേരിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഫ്രഞ്ച് പോലീസ് പവൽ ദുറോവിനെ എന്ത് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പവൽ ദുറോവിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 2013 ടെലഗ്രാം സ്ഥാപിച്ചത് പവൽ ദുറോവ്. റഷ്യയിലാണ് പവൽ ദുറോവ് ജനിച്ചതെങ്കിലും 2021 ഫ്രഞ്ച് പൗരത്വം നേടിയത്. റഷ്യയിലാണ് പവൽ ദുറോവ് ജനിച്ചത്, 2021 ഫ്രഞ്ച് പൗരത്വം നേടി. അപ്പോൾ ടെലഗ്രാമിനെ കുറിച്ചൊക്കെ ചോദ്യം ഇപ്പോൾ PSC ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിന്റെ CEO പഠിച്ചു വെച്ചോ. പവൽ ദുറോവ് ആണ് ടെലഗ്രാമിന്റെ CEO. അടുത്തിടെ എന്ത് ചെയ്തു, ഫ്രാൻസിൽ അറസ്റ്റിലായി. ഇനി നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കമ്പ്യൂട്ടറുകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് കൈറ്റ് തയ്യാറാക്കിയ പുതുക്കിയ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സ്യൂട്ട് കൈറ്റ് GNU ലിനക്സ് 22.04 എന്ന് പറയുന്നത്. അപ്പോൾ കൈറ്റ് GNU ലിനക്സ് അല്ലെ സ്യൂട്ട് എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമ്മുടെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് ആണ് തയ്യാറാക്കിയത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വിദ്യാലയങ്ങളിലെ കമ്പ്യൂട്ടറുകളിലേക്ക് ഉപയോഗിക്കാനായിട്ടാണ് ഈ ഒരു പുതിയ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ പേരാണ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയും ഏലത്തിന്റെ ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ സ്പൈസസ് ബോർഡ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയുടെ പേരാണെന്ത്, സ്പൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്പൈസ്ഡ് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ആരാണ്, സ്പൈസസ് ബോർഡ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്,
അപ്പൊ നമ്മുടെ സ്പൈസസിന്റെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പൈസ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത നോക്കാം. ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം വിരമിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ച താരമാണ് ശിഖർ ധവാൻ എന്ന് പറയുന്ന കേട്ടോ. ശിഖർ ധവാൻ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും, അതായത് ODI, 2020 വേൾഡ് കപ്പ്, ഈ പറയുന്ന ഫോർമാറ്റിൽ നിന്ന്, ODI 2020യിൽ നിന്നൊക്കെ, ടെസ്റ്റിൽ നിന്നും, ODI 2020 ടെസ്റ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ശിഖർ ധവാൻ വിരമിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാ ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു? വിരമിക്കൽ പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ഏറ്റവും അധികം ഫോറുകൾ നേടിയിട്ടുള്ള താരമാണ് ശിഖർ ധവാൻ എന്ന് പറയുന്നത്. ടെസ്റ്റിൽ 2315 റൺസും ഏകദിനത്തിൽ 6793 റൺസും 2020യിൽ 1759 റൺസുമാണ് ശിഖർ ധവാൻ തന്റെ പേരിൽ കുറിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് എല്ലാ ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി അടുത്തത് ഒരു നിയമനമാണ്. നമ്മുടെ NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, NSGയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് B. ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അടുത്തിടെ NSGയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ്? B. ശ്രീനിവാസനാണ്. ഇനി നാസ്കോമിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായ ഇന്ത്യക്കാരിയാണ് സിന്ധു ഗംഗാധരൻ എന്ന് പറയുന്നത്. സിന്ധു ഗംഗാധരൻ നാസ്കോമിന്റെ ചെയർപേഴ്സൺ ആയിട്ടാണ് നിയമിതയായത്. അതുപോലെ തന്നെ നാസ്കോമിന്റെ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായ ഇന്ത്യക്കാരനാണ് രാജേഷ് നമ്പ്യാർ. സിന്ധു ഗംഗാധരൻ നാസ്കോമിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയാകുമ്പോൾ നാസ്കോമിന്റെ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് രാജേഷ് നമ്പ്യാറാണ്. അപ്പൊ രണ്ടുപേരും ഇന്ത്യക്കാരാണ് കേട്ടോ. അപ്പൊ അതൊരു പ്രത്യേകതയുണ്ട്, രണ്ടുപേരും എന്താണ്? ഇന്ത്യക്കാരാണ്. അപ്പൊ നാസ്കോമിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ്? സിന്ധു ഗംഗാധരനാണ്. അടുത്തതും ഒരു നിയമനമാണ്. ആപ്പിളിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ. ആപ്പിളിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാണ് കേവൻ പരേഖ് എന്ന് പറയുന്നത്. കേവൻ പരേഖ് ആപ്പിളിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ടാണ് നിയമിതനായിട്ടുള്ളത്. ഇനി അടുത്തത് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആയിട്ട് നിയമിതനാകാൻ പോകുന്ന വ്യക്തിയാണ് സതീഷ് കുമാർ എന്ന് പറയുന്നത്. സതീഷ് കുമാർ ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആയിട്ട് നിയമിതനാകുമാണ്. നിലവിലുള്ള ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹയുടെ കാലാവധി ഓഗസ്റ്റ് 31 അവസാനിക്കുവാണ്. സോ അതിനുശേഷമാണ് സതീഷ് കുമാർ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആയിട്ട് നിയമിതനാകുന്നത്. റെയിൽവേ ബോർഡിന്റെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിതയായിരുന്നു ജയവർമ്മ സിൻഹ എന്ന് പറയുന്നത്. സോ ജയവർമ്മ സിൻഹയാണ് റിട്ടയർ ആവുന്നത് കേട്ടോ. ഇനി CISFന്റെ പുതിയ ഡയറക്ടർ ജനറൽ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഓക്കെ, CISFന്റെ പുതിയ ഡയറക്ടർ ജനറലാണ് രജ്വീന്ദർ സിംഗ് ഭട്ടി എന്ന് പറയുന്നത്. രജ്വീന്ദർ സിംഗ് ഭട്ടിയെ CISFന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിച്ചു. 2025 സെപ്റ്റംബർ 30 വരെയാണ് രജ്വീന്ദർ സിംഗ് ഭട്ടിയുടെ കാലാവധി എന്ന് പറയുന്നത്. 2025 സെപ്റ്റംബർ 30 വരെ. ഓക്കെ, അപ്പോൾ CISFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ്? രജ്വീന്ദർ സിംഗ് ഭട്ടി. ഇനി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ദൽജിത് സിംഗ് ചൗധരിയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിച്ചത്. അടുത്തത് മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തിന് വേദിയാകുന്നത്. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തിന് വേദിയാകുന്നത് ന്യൂയോർക്കാണ്. ന്യൂയോർക്കിലെ നസാവു വെറ്ററൻസ് മെമ്മോറിയൽ കൊളീസിയോ ആണ് മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ എന്ന് പറയുന്ന സമ്മേളനത്തിന് വേദിയാകുന്നത്. സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാനായിട്ട് US എത്തുന്നത്. അടുത്തത് പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പദ്ധതിയിട്ട ആദ്യ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി എന്ന് പറയുന്നത്. പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പദ്ധതിയിട്ട ആദ്യ ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റൽ വകുപ്പുമായിട്ട് സഹകരിച്ചാണ് നമ്മുടെ കേരള ഹൈക്കോടതി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കക്ഷികൾക്കാണ് ആദ്യഘട്ടമായിട്ട് പോസ്റ്റ് വഴി എന്ത് ചെയ്യുന്നത്? നോട്ടീസ് അയക്കാനായിട്ട് കേരള ഹൈക്കോടതി തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഹൈക്കോടതി പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നത്. നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. ഇനി അടുത്തത് 2024 പാരീസിൽ നടക്കുന്ന നമ്മുടെ പാരാലിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത്. അപ്പോൾ പാരാലിമ്പിക്സിന് തുടക്കമായി. അപ്പോൾ ഈ പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിൽ 2024 പാരാലിമ്പിക്സിന്റെ വേദി ഇവിടെ തന്നെയാണ്, പാരീസ് തന്നെയായിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഒളിമ്പിക്സ് നടന്നതും പാരീസിലായിരുന്നു, പാരാലിമ്പിക്സും പാരീസിൽ തന്നെയാണ്.
അതിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് സുമിത് ആൻഡിലാണ്. സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ താരമാണ് സുമിത് ആൻഡിൽ. അതുപോലെ തന്നെ ഭാഗ്യശ്രീ ജാദവ് ഷോട്ട് പുട്ട് താരമായിട്ടുള്ള ഭാഗ്യശ്രീ ജാദവും അതുപോലെ തന്നെ സുമിത് ആൻഡിലുമാണ് പാരാലിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത്. 17ാമത്തെ എഡിഷനാണ് പാരാലിമ്പിക്സിന്റെ 17ാമത്തെ എഡിഷനാണ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാരാലിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യൻ താരങ്ങൾക്ക് മെഡലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പാരാലിമ്പിക്സിൽ. പാരീസ് പാരാലിമ്പിക്സ് വേദിയാകുന്നത് ഇത് ആദ്യമാണ്. പാരാലിമ്പിക്സിന് ആദ്യമായിട്ടാണ് പാരീസ് വേദിയാകുന്നത്. ഒളിമ്പിക്സിന് 3 തവണ പാരീസ് വേദിയായിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് പാരാലിമ്പിക്സിന് വേദിയാകുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘവുമായിട്ടാണ് ഇന്ത്യ പാരീസിൽ എത്തുന്നത്. ടീമില് 84 പേരാണുള്ളത്. ഇന്ത്യൻ ടീമില് 2024 പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ തലവൻ ആരാണ്? സത്യപ്രകാശ് സാങ്വാൻ ആണ് കേട്ടോ. സത്യപ്രകാശ് സാങ്വാൻ ആണ്. ഇന്ത്യൻ പാരാലിമ്പിക്സ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആണ് സത്യപ്രകാശ് സാങ്വാൻ എന്ന് പറയുന്നത്. ടോക്കിയോയിൽ മത്സരിച്ച 54 പേരടങ്ങിയ ഇന്ത്യൻ സംഘം 19 മെഡലുമായിട്ട് 24ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ പാരാലിമ്പിക്സ്, കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം നമുക്ക് പാരാലിമ്പിക്സും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം നമ്മുടെ അവനി ലഖാരയൊക്കെ, ഇപ്രാവശ്യം അവനി ലഖാരയ്ക്ക് മെഡൽ ഉണ്ട്. ഇപ്പൊ ടോക്കിയോയിൽ അന്ന് മത്സരിച്ച 54 പേരടങ്ങിയ ഇന്ത്യൻ സംഘത്തിന് 19 മെഡൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പാരാലിമ്പിക്സിന്റെ 17ാമത് എഡിഷനിൽ, പാരാലിമ്പിക്സിന്റെ 17ാമത് എഡിഷനാണ് 2024 നടക്കുന്നത്. 84 പേരുമായിട്ടാണ് ഇന്ത്യൻ ടീം എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പൊ അത് നയിക്കുന്നത് ആരാണ്? സത്യപ്രകാശ് സാങ്വാൻ ആണ്. ഇദ്ദേഹമാണ് നയിക്കുന്നത്, സത്യപ്രകാശ് സാങ്വാൻ. അടുത്തത് അന്താരാഷ്ട്ര 2020-ൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്രിക്കറ്റ് താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഡാരിയസ് വിസർ ആണ്. അന്താരാഷ്ട്ര 2020-ൽ ഒരു ഓവറിലെ ഏറ്റവും കൂടുതൽ റൺസ്. സമോവയുടെ മധ്യനിര ബാറ്റ്സ്മാൻ ഡാരിയസ് വിസർ 2020-ൽ ഒരു ഓവറിൽ 39 റൺസ് നേടിയാണ് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത്. ഒരു ഓവറിൽ അദ്ദേഹത്തിന് കിട്ടിയത് 39 റൺസ് ആണ് ഒരു ഓവറിൽ. ഇപ്പൊ 2020-യുടെ കാര്യമാണ് പറഞ്ഞത്. 2020-ൽ ഒരു ഓവറിൽ 39 അല്ലെങ്കിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് ഡാരിയസ് വിസർ എന്ന് പറയുന്നത്. ഡാരിയസ് വിസർ. ഇനി കേരളത്തിലെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് എന്താ? കെ ഷോപ്പി എന്ന് പറയുന്നത്. കെ ഷോപ്പി എന്താണ്? ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് കെ ഷോപ്പി. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കെ ഷോപ്പി എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിലെ സ്വന്തം ഉൽപ്പന്നങ്ങൾ, കേരളത്തിലെ നമ്മൾ തനതായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. അത് വിൽക്കുന്നതിനായിട്ടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഈ പ്ലാറ്റ്ഫോം ആണ് ഏത്? കെ ഷോപ്പി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ, AI മേഖലയിൽ നവീകരണവും സഹകരണവും വളർച്ചയും ഉത്തേജിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് സ്ഥാപിതമാകുന്നത് തൃശ്ശൂരിലാണ് കേട്ടോ. തൃശ്ശൂരിൽ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ AI റോബോട്ടിക് പാർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ നവീകരണവും സഹകരണവും വളർച്ചയും കൊണ്ടുവരുന്നതിനായിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ AI പാർക്ക് സ്ഥാപിതമാകുന്നത് തൃശ്ശൂരിലാണ്. അടുത്തത് സ്പേസ് എക്സിന്റെ ഒരു ദൗത്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൗത്യം എന്ന് പറയുന്നത് പോളാരിസ് ഡോൺ എന്നാണ് ദൗത്യത്തിന്റെ പേര്. ഫാൽക്കൺ 9 റോക്കറ്റിലാണ് പോളാരിസ് ഡോൺ വിക്ഷേപിക്കുന്നത്. ഭൂമിയിൽ നിന്ന് 700 കിലോമീറ്റർ ഉയരത്തിലുള്ള പുതിയ ഭ്രമണപഥം തേടി. പോളാരിസ് ഡോൺ എന്ന് പറയുന്നത് സ്പേസ് എക്സിന്റെ ദൗത്യമാണ് അല്ലെ. സ്പേസ് എക്സിന്റെ ദൗത്യമാണ് പോളാരിസ് ഡോൺ. ഫാൽക്കൺ 9 റോക്കറ്റില് അല്ലെങ്കിൽ ഫാൽക്കൺ 9 റോക്കറ്റിലൂടെയുള്ള സ്പേസ് എക്സിന്റെ ദൗത്യമാണ് എന്താ? പോളാരിസ് ഡോൺ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് 700 കിലോമീറ്റർ ഉയരത്തിലുള്ള പുതിയ ഭ്രമണപഥം തേടിയിട്ടാണ് ഈ ഒരു ദൗത്യം എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാത്രികാല പരീക്ഷണം വിജയിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി 2 എന്ന് പറയുന്നത്. പൃഥ്വി 2 ഒഡീഷ തീരത്ത് നിന്നാണ് പൃഥ്വി 2 എന്ത് ചെയ്ത് പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒഡീഷയുടെ തീരത്ത് നിന്ന് ആണവായുധങ്ങൾ ഉൾപ്പെടെ 500 മുതൽ 1000 കിലോഗ്രാം വരെ ഭാരമുള്ള പേലോഡുകളെ വഹിക്കാനായിട്ട് പൃഥ്വി 2-ന് ശേഷിയുണ്ട്. ആണവായുധങ്ങൾ ഉൾപ്പെടെ 500 മുതൽ 1000 കിലോ വരെ, 500 മുതൽ 1000 kg വരെ വഹിക്കാനായിട്ട് പൃഥ്വി 2-ന് എന്തുണ്ട്? ശേഷിയുണ്ട്.
350 കിലോമീറ്റർ ആണ് ഇതിന്റെ പരിധി എന്ന് പറയുന്നത്. ഓക്കെ, 500 മുതൽ 1000 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനായിട്ട് സാധിക്കും. DRDO ആണ് ഈ ഒരു മിസൈൽ രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ രാത്രികാല പരീക്ഷണമാണ് ഈ ഒരു പൃഥ്വി 2 എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ എന്ത് ചെയ്തത്, വിജയിച്ചിട്ടുള്ളത്. DRDO ആണത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യ വിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിജ്ഞാൻ ധാര എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, വിജ്ഞാൻ ധാര പദ്ധതി എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യ വിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിജ്ഞാൻ ധാര പദ്ധതി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ, ഇന്ത്യയുടെ ആദ്യത്തെ, നമ്മൾ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് കേട്ടിട്ടുണ്ട്, 3D പ്രിന്റഡ് കെട്ടിടം അല്ലെ, നമ്മുടെ കേരളത്തിൽ 3D പ്രിന്റഡ് കെട്ടിടം, അമേസ് 28 അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 3D പ്രിന്റഡ് ഫിഷ് കേട്ടിട്ടുണ്ട്, 3D പ്രിന്റഡ് റോക്കറ്റ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വന്നത് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലാണ്. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറില് സർക്കാർ സെക്കൻഡറി സ്കൂൾ, പാച്ചിൻ സർക്കാർ സെക്കൻഡറി സ്കൂളാണ് ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ എന്ന് പറയുന്ന ഏതാണ്? ഇറ്റാനഗറിലാണ്, അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലാണ്. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡെക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബംഗളൂരുവിലാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡെക്ക് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡെക്ക് നിലവിൽ വരുന്നത് ബംഗളൂരുവിലാണ്. അതുപോലെ തന്നെ ഇതൊന്ന് ഓർത്തു വെക്കുക, ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ, ചൈന, റഷ്യ ഇങ്ങനെ 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. ഇതൊരിക്കൽ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് എന്താണ്, സൗജന്യ വിസ അനുവദിക്കാനായിട്ട് ശ്രീലങ്ക തീരുമാനിച്ചു. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങി 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് റാപ്പിഡ് റിവിഷനിലേക്ക് പോകാം. സംസ്ഥാന ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് 25 കേരളത്തിലെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് K-Shopee എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ നവീകരണവും സഹകരണവും വളർച്ചയും ഉത്തേജിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് സ്ഥാപിതമാകുന്ന ജില്ല തൃശൂർ ആണ്. ഭൂമിയിൽ നിന്ന് 700 കിലോമീറ്റർ ഉയരത്തിലുള്ള പുതിയ ഭ്രമണപഥം തേടിയുള്ള സ്പേസ് എക്സിന്റെ ദൗത്യമാണ് പോളാരിസ് ഡോൺ എന്ന് പറയുന്നത്. 2024 ഓഗസ്റ്റിൽ രാത്രികാല പരീക്ഷണം വിജയിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി 2 എന്ന് പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യ വിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിജ്ഞാൻ ധാര പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡെക്ക് നിലവിൽ വരുന്നത് ബംഗളൂരുവിലാണ്. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ തീരുമാനിച്ചത് അല്ലെങ്കിൽ അനുവദിക്കാൻ തീരുമാനിച്ച ശ്രീലങ്കയാണ്. 2024 പാരീസ് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷനായിട്ട് സത്യപ്രകാശ് സാങ്വാനാണ് നിയമിതനായത്. അയ്യങ്കാളി ദിനം ഓഗസ്റ്റ് 28 ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ എന്ന് പറയുന്ന സമ്മേളനത്തിന് വേദിയാകുന്നത് നസാവു വെറ്ററൻസ് മെമ്മോറിയൽ കൊളീസിയം ന്യൂയോർക്ക് ആണ്. ആപ്പിളിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ K1 പരേഖ് ആണ്. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനാകുന്നത് സതീഷ് കുമാർ ആണ്. CISFന്റെ പുതിയ ഡയറക്ടർ ജനറലാണ് രവീന്ദർ സിംഗ് ഭട്ടി. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ദൽജിത് സിംഗ് ചൗധരിയാണ്. ഈ പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പദ്ധതിയിട്ട ആദ്യ ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. ഇനി 2024 പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിലെ ഇന്ത്യൻ പതാക ഏന്തുന്നത് സുമിത് ആൻജിലും ഭാഗ്യശ്രീ ജാദവും ആണ്. അന്താരാഷ്ട്ര 2020 ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്രിക്കറ്റ് താരം ഡാരിസ് ബിസർ ആണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കമ്പ്യൂട്ടറുകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് കൈറ്റ് തയ്യാറാക്കിയ പുതിയ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സ്യൂട്ട് കൈറ്റ് GNU Linux 22.04 എന്ന് പറയുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയും ഏലത്തിന്റെ ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സ്പൈസ് ബോർഡ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണ് സ്പൈസ്ഡ് എന്ന് പറയുന്നത്. ഇനി 2024 ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച
അല്ലെങ്കിൽ വിരമിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചത് ശിഖർ ധവാനാണ്. നാസ്കോമിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് സിന്ധു ഗംഗാധരനാണ്. 2024 ഓഗസ്റ്റിൽ അറസ്റ്റിലായ ടെലഗ്രാം സിഇഒ ആണ് പവൽ ദുറോ എന്ന് പറയുന്നത്. ഇനി 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി മോഹനാണ്. 2024 ഓഗസ്റ്റിൽ തകർന്നു വീണ ഛത്രപതി ശിവാജിയുടെ കൂറ്റൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. 2024 ഒക്ടോബറിൽ നടക്കുന്ന 9ാമത് വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളികൾ ആശാ ശോഭനയും സജന സജീവനുമാണ്. ICCയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ജയ്ഷായാണ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയുടെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് B ശ്രീനിവാസനാണ്. ലഡാക്കിൽ പുതിയ 5 ജില്ലകൾ കൂടി നിലവിൽ വരുന്നു. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കിൽ ഏറ്റവും കൂടുതൽ ബാലവേലയുള്ള സംസ്ഥാനം തെലങ്കാനയാണ്. 2024 ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ 2ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിഖാത്ത് ആണ്. തെക്കു പടിഞ്ഞാറൻ ജപ്പാനിൽ വീശിയ ചുഴലിക്കാറ്റ് ഷാൻഷാൻ ആണ്. സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സാക്കി ഉയർത്തുന്ന ബില്ല് പാസാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ജോർജ് കുര്യനാണ്. കോളറയെ പ്രതിരോധിക്കുന്നതിനായിട്ട് ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ആണ് ഹിൽകോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹിൽകോൾ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ കൂടിയൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ നവീകരണവും സഹകരണവും വളർച്ചയും ഉത്തേജിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് സ്ഥാപിതമാകുന്ന ജില്ല. ഇന്ന് പഠിച്ച ചോദ്യങ്ങളാണ്. നിങ്ങൾ വേണം ആൻസർ കമന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അടുത്തത് 2ാമത്തെ ചോദ്യം, ഭൂമിയിൽ നിന്ന് 700 കിലോമീറ്റർ ഉയരത്തിലുള്ള പുതിയ ഭ്രമണപഥം തേടിയുള്ള പോളാരിസ് ഡോൺ ദൗത്യം നടത്താൻ തയ്യാറെടുക്കുന്ന ബഹിരാകാശ ഏജൻസി ഏത്? ഇത് നമ്മൾ ഇന്ന് പഠിച്ചതാണ്. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. അടുത്തത്, പൃഥ്വി 2വുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 2024 ഓഗസ്റ്റിൽ രാത്രികാല പരീക്ഷണം വിജയിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ. DRDO ആണ് മിസൈൽ രൂപകൽപ്പന ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിച്ചത് നിങ്ങൾക്കൊരു പ്രാക്ടീസും ആകും. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂള് നിലവിൽ വന്നത് എവിടെയാണ്? നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യണേ. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂള് നിലവിൽ വന്നത് എവിടെയാണ്? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമ്മുടെ വീക്കിലി കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസിലാണ് തുടങ്ങിയത്. അതിന്റെ കൂടെ നമ്മൾ ലാസ്റ്റ് പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കി. ഇത് നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീക്കിൽ കാണാം.